ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ജവ്വരി വട, മീൻസ് ഹിന്ദിയിൽ സാബുദാനി വട എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ഇതാണ് ജവ്വരി പറയണത്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീനട്ട്, കടല, പിന്നെ ജീരകം കുറച്ച്, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച്, അതേപോലെ ഒരു ഉരുളക്കിഴങ്ങും വേണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ജവ്വരി ഓവർനൈറ്റ് നമുക്ക് സോക്ക് ചെയ്യണം, വെള്ളത്തിൽ കുതിരാൻ വെക്കണം നല്ല. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ജവ്വരി കുതിരിച്ചതാണ്. ഇത് കുറച്ച് കൂടും, ക്വാണ്ടിറ്റി കൂടും നമുക്ക്. ഇത് ഒരു ഗ്ലാസ് ഇങ്ങനെ ഞങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് കുതിച്ചതാണ്. ഇങ്ങനെ ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ കടല ഉണ്ടല്ലോ, ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാനിൽ ഫസ്റ്റ് കടല റോസ്റ്റ് ചെയ്യാം, പിന്നെ ബാക്കി പിന്നെ പറയാം. ഇതാ പാൻ വെച്ചിട്ട് നമുക്കിപ്പോൾ പാൻ ഒന്ന് ഹീറ്റ് ചെയ്യാം. പാൻ ഹീറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പീനട്ട് ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഉരുളക്കിഴങ്ങ് ഇല്ലേ, അത് നമുക്ക് വേവിച്ചെടുക്കണം ഈ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് ഈ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഫസ്റ്റ് പീനട്ട് ഇതാ റോസ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വിസലിൽ അത് ഓഫാകും. പീനട്ട് നമുക്ക് അപ്പുറത്ത് മാറ്റി വയ്ക്കാം. പീനട്ട് റോസ്റ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തോലില്ലേ അത് കളയണം. ചൂടാറിയിട്ട് നമുക്കത് ഞാനിനി ഇതിൻ്റെ ചൂടാറിയ ശേഷം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്യണം, പൊടിക്കണം. ഇനി നമുക്ക് പൊടിക്കാം. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ല സ്മാഷ് ചെയ്തു. ഇങ്ങനെ സ്മാഷ് ചെയ്യണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കടലയും നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിക്കാൻ പാടില്ല, കുറച്ച് തരിതരിയായിരിക്കണം. അങ്ങനെ തരിതരിയായിട്ട് ഇപ്പോൾ ഇത് സോക്ക് ചെയ്തതിൽ നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതേപോലെ ഈ ജീരകം ഇതിലിടാം. അതേപോലെ ഞാൻ പച്ചമുളക് ഇതാ നല്ലോണം നൈസ്, അതോ നിങ്ങൾക്ക് ഇനി ചതച്ചിട്ടാണ് ഇടണമെങ്കിൽ ചതച്ചിട്ടും ഇടാം. ഞാൻ പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇട്ടത്. അതേപോലെ സ്മാഷ്ഡ് പൊട്ടാറ്റും ഇതിലേക്ക് ഇങ്ങനെ ഇടാം. എല്ലാതും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് നമുക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. കറിക്ക് എല്ലാം ഒരുമിച്ച് മിക്സായി നല്ലോണം മിക്സ് ആവണം. നമുക്കപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങും എല്ലാതും പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി. എല്ലാം മിക്സായിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ എല്ലാതും മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ആവണം. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ ഈ ബോൾസ് ആക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കിങ്ങനെ ബോളാവണം. ഇങ്ങനെ ഭയങ്കര സ്റ്റിക്ക് ബോൾ പൊട്ടാൻ പാടില്ല. അപ്പോഴേ നമുക്ക് നല്ലോണം ഉള്ള ഷേപ്പിൽ ആക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്ക് കൈയുടെ ഉള്ളിൽ വെച്ച് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് പാട്രി പോലെ ഷേപ്പാക്കാം റൗണ്ടിൽ. അതേപോലെ. അപ്പോൾ ഇങ്ങനെ പൊട്ടാൻ പാടില്ല, ഇങ്ങനെ ഒരുമിച്ചിരിക്കണം. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിടാം. അപ്പോൾ നമുക്ക് ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഫസ്റ്റ് ഈ ഷേപ്പിൽ ഇപ്പോൾ എല്ലാതും അതേപോലെ ഞാൻ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് ഓരോന്നായിട്ട് ഇടണം. എണ്ണ കൂടുതൽ ചൂടാവാൻ പാടില്ല, മീൻസ്
നല്ലോണം ചൂടായ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പാകത്തിന് ചൂടായിട്ട് നമുക്ക് ഓരോന്നിടാം. എണ്ണയിൽ ഇട്ടതും ആക്കാൻ പാടില്ല, കുറച്ച് നേരം അത് ബോയിലാകണം. എണ്ണയിൽ ഇട്ടതും നമ്മൾ അണക്കാൻ പാടില്ല, എന്നാൽ അത് കുറച്ച് ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ അണക്കാൻ പാടുള്ളൂ. ഇതാവാനൊരു 5 മിനിറ്റ്സ് എടുക്കും, ഉള്ളിലൊക്കെ വേവണ്ട. അതുകൊണ്ട് ധൃതി പിടിക്കണ്ട. സെറ്റ്. ഇനി മെല്ലെ നമുക്ക് തിരിച്ചിടാം. ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടാം. ആ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടില്ല. ഇത് റെഡി ആയതങ്ങനെ അതിൻ്റെ ബബിൾസ് ഇങ്ങനെ കമ്മിയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളിൽ വെന്തോന്ന്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ബ്രൗൺ കളറാവണം, അപ്പോഴത് ക്രഞ്ചിനെസ് ഉണ്ടാവും. ഇതാ ഇപ്പോൾ നമ്മൾ എണ്ണയിലിട്ടത് ബബിൾസ് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ വെന്തോന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പുറത്ത് എടുക്കാം. ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല 2 സൈഡും നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം. ഇതാ ഞാനിപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഇത്രണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് ഭയങ്കര ഹാർഡായിരിക്കും, പക്ഷേ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്, പുറത്ത് പക്ഷേ ഭയങ്കര ക്രഞ്ചിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you.